ജാതി വിവേചനം ഭാരതത്തിൻ്റെ പരമ്പരാഗത ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ കണ്ടെത്താനാവില്ലെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അങ്ങനെയൊന്നും കണ്ടെത്താനാവില്ല. സ്വാർത്ഥരായ കുറേ മനുഷ്യർ ചെയ്തു വെച്ചതാണ് ഐത്തമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ ഏകതയുടെ പ്രകാശനം മാത്രമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ ആത്മപ്രകാശനമാണ് വൈവിധ്യം. വൈവിധ്യങ്ങളെ അംഗീകരിച്ച് ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വിമുഖത കാണിക്കുമ്പോഴാണ് സമൂഹം നാശത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ സഹോദരങ്ങളെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാക്കിയത്. പുരാണങ്ങളിലോ ഉപനിഷത്തുകളിലോ ഇത്തരം വിവേചനങ്ങൾ കണ്ടെത്താനാവില്ലെന്നും RSS സർസംഘചാലക് പറഞ്ഞു. जब इस रीति को हम भूल गए तब से हमारा पतन हुआ. तब हमने अपने ही भाइयों को अस्पृश्य कहकर दूर रखा. कोई इसके पीछे न्याय नहीं है, कोई शास्त्र इसके पीछे नहीं है, नहीं इसको वेदों का आधार है न उपनिषदों का आधार है. ये तो स्वार्थी लोगों ने बुना हुआ जाल है, अथवा कुछ समय आया होगा जिसमें ऐसा चलना पड़ा होगा, पता नहीं क्या था, लेकिन वो कालबाह्य है और गलत है. समाज में एकता चाहिए. കഴിഞ്ഞ കാലത്തെ തിന്മകളെ ഉപേക്ഷിച്ച് ആധുനിക കാലത്തെ നന്മകളെ ഉൾക്കൊള്ളാൻ പഠിക്കണം. കുടുംബത്തിൽ നിന്ന് തന്നെ അത് ആരംഭിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. डर है तो दुर्बल मत बनो, शक्ति संपन्न बनो, डर नहीं रहेगा, लेकिन शक्ति के साथ शील संपन्न बनो. शील अपना अपने धर्म और संस्कृति से आता है, जो सत्य के बाद अहिंसा को कहता है, सबके प्रति सद्भावना को कहता है. सबके प्रति सद्भावना को लेकर पुरानी बातों को भूलकर सबको अपनाना, और हम एक दूसरे को अपना सके इसलिए अपने को जो बदल अपने में करना है, अपने घर से उसका प्रारंभ करना, स्वयं से प्रारंभ करना. ഏകതയും സംസ്കാരവും നമ്മുടെ സമൂഹത്തിന് അനിവാര്യമാണ്. ആ മാർഗത്തിൽ തന്നെയായിരിക്കണം സമൂഹം സഞ്ചരിക്കേണ്ടതെന്നും സർസംഘചാലക് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.